ഇയാള് തിയേറ്ററിൽ പോകുന്നുമില്ല, പക്ഷെ തിയേറ്റർ പൾസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യം എനിക്കിങ്ങനെ സംശയിച്ചു, ഞാൻ അയ്യോ പൃഥ്വി അത് എന്ന് പറയുമ്പോൾ പറയാം എന്നെ വിശ്വസിക്കും പുള്ളിയുടെ ആദ്യമേ അതൊന്നും വലിയ പടമായിരുന്നു ഒന്നും ഉപയോഗിച്ച് അല്ല പോകാൻ. പൃഥ്വിയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ പുള്ളി മനസ്സിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ജസ്റ്റിഫൈ ചെയ്ത് എന്താണെന്ന് പുള്ളിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓഡിയൻസിനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ കുറച്ച് നാൾ ഒരു സാധനം അടുപ്പിച്ച് കേൾക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെയധികം പൃഥ്വിനെ റെസ്പെക്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് ഓർമ്മിപ്പിക്കായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു വികാരമായിട്ട് മാറിയ ആൾക്കാർക്ക്. ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം ഏറ്റു. ഞാൻ അന്ന് പറഞ്ഞില്ലേ. ഈ ലാലേട്ടൻ എന്ത് പറഞ്ഞു? ലാലേട്ടൻ്റെ എപ്പോഴത്തെയും പോലെ വളരെ ഹാപ്പി. പുള്ളിക്ക് എന്താ പറയുക നമ്മളുടെ മുള്ളൊരു അന്ധമായൊരു വിശ്വാസമുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റിയായി മാറും. അത് ഈ സീൻ എത്രയോ പ്രാവശ്യം ഞാനിവിടെ സ്റ്റുഡിയോയിൽ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ്. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഗൂസ് ബംസിൻ്റെക്കാളും ഒരു ഇൻറ്റു 100 തിയേറ്ററിലിരുന്ന് ശരിക്കും തിയേറ്ററിൻ്റെ ഫൗണ്ടേഷൻ ഇളകുന്ന പോലത്തെ ഒരു ഷിയറിംഗ് ആണ് അവിടെ ഉണ്ടായത്. ഇടയ്ക്ക് ഞാൻ തമാശയ്ക്ക് പറയും എനിക്ക് വിശ്വാസമില്ല, ഇല്ല വിശ്വസിച്ചേ പറ്റൂ. നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് വേണ്ടുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. എമ്പുരാൻ സിനിമ കണ്ട് നേരെ ഇറങ്ങി. അവിടെ വെച്ച് തന്നെ ദീപകേട്ടനെ കിട്ടി. പക്ഷേ എനിക്ക് സ്റ്റുഡിയോയിൽ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ദീപകേട്ടാ ഒരു രക്ഷയില്ലല്ലോ, ഒരു രക്ഷയില്ല. ആ സിനിമയുടെ ഹാർട്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. ഞാൻ കുറേ റിവ്യൂസ് ഇപ്പോൾ കണ്ടു. മെയിൻ റിവ്യൂസ് പറഞ്ഞ കുറേ ആൾക്കാർ അവരൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന് നേരിട്ടെടുത്തത്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവരെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഇവിടെ വന്ന് എടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ റിവ്യൂസ് ഇത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷ. പിന്നെ ഈ പടം ആയതുകൊണ്ട് എല്ലാവരും ഫസ്റ്റ് തന്നെ കണ്ടു 6 മണിക്കാണ് കണ്ടു. അവർക്കൊന്ന് പോയി പറയാനുള്ള സമയം കൊടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓഫീസിൽ ഇങ്ങനെ ദീപകറിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ നേരിട്ട് വന്നു അവിടെ വെച്ച് കണ്ടിട്ട് പോയതാ. പിന്നെ പറഞ്ഞ കാര്യമില്ല, പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നൊന്ന് തോന്നി. ഇതിലേറ്റവും പ്രിയപ്പെട്ടതായിട്ടാണ് മാറിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു ഇന്റർനാഷണൽ ലെവൽ, നമ്മുടെ മലയാള സിനിമ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ കൂടിയപ്പോൾ അത് എത്രമാത്രം വലിപ്പം ഉണ്ടായിരുന്നു ദൈവകറിന് തോന്നുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും. ആദ്യം എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോട് ഞാൻ ആദ്യം പൃഥ്വിയുടെ അടുത്ത് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പൃഥ്വി പറഞ്ഞ അല്ല, എനിക്ക് ഇത് ഇങ്ങനെ തന്നെ വേണം, ഇതേ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ കണ്ടംപററി ഇപ്പോൾ കേൾക്കുന്ന തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ മലയാള പടങ്ങളിൽ സ്ഥിരം ഇങ്ങനത്തെ സീൻസ് വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആൾക്കാർക്ക് കേട്ട് ശീലമുള്ളത്. അത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ പുറത്ത് പോയി ഷൂട്ട് ചെയ്തതെല്ലാം തിരിച്ച് അതിലേക്ക് അങ്ങ് വരും. അപ്പം നമ്മൾ പുറത്ത് പോയി ഷൂട്ട് ചെയ്ത ഓരോ ഏരിയാസ്, ഇപ്പം എന്താ പറയുക US ആണെങ്കിൽ അല്ലെങ്കിൽ ഇറാഖ് ആണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പം ആ സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഹോളിവുഡ് പടത്തിൽ എന്താണ് നമ്മൾ കേൾക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതിൽ ചെയ്യണം. എന്നാലേ ഞാൻ ഷൂട്ട് ചെയ്തതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റ് ആദ്യം എനിക്കിങ്ങനെ സംശയിച്ചു, ഞാൻ അയ്യോ പൃഥ്വി അത് എന്ന് പറയുമ്പോൾ പറയാം എന്നെ വിശ്വസിക്കും പുള്ളിയുടെ സ്ഥിരം സംഭവമായിരുന്നു. ഇടയ്ക്ക് ഞാൻ തമാശയ്ക്ക് പറയും എനിക്ക് വിശ്വാസമില്ല, വിശ്വസിച്ചേ പറ്റൂ. നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് വേണ്ടുന്നത്. അതായത് സേഫ് അല്ല ഇത്. ഒരു പക്ഷേ ചിലപ്പം ഇത് കണ്ട് ശീലമില്ലാത്ത ആൾക്കാർ മറ്റേത് പ്രതീക്ഷിക്കുക എന്തൊരു സംഭവം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പം ആദ്യം നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് നിങ്ങൾ എനിക്ക് വിട്ടുതരും. ഇത് ആൾക്കാർ കുറച്ച് കണ്ടു കഴിഞ്ഞ് പിന്നെ അവർക്ക് ആ മൊത്തം വാച്ചിങ് എക്സ്പീരിയൻസ് മനസ്സിലാവുമ്പം അവർ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ദീപകൻ അപ്പം മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. പിന്നെ ഞാൻ ഇടയ്ക്ക് പൃഥ്വി അറിയാതെ കുറച്ചിട്ട് കൊടുക്കും ഇപ്പോഴത്തെ കണ്ടംപററി ട്രീറ്റ്മെൻറ്റ്, അതായത് ബേസിക്കലി EDM സ്റ്റൈൽ സംഭവങ്ങളൊക്കെ. അപ്പോൾ പുള്ളി പറയും എനിക്ക് ആ പീസ് മൊത്തം ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഇടയിൽ കുറച്ച് ഡ്രം ബീറ്റ്സ് ഒക്കെ കയറിയില്ലേ അത് മാത്രം ഒന്ന് മാറ്റി തന്നേക്കും. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് പിടിച്ചു അല്ലേ? പിടിച്ചു ദീപക്, അത് വേണ്ട, അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് പഞ്ചുണ്ട് പക്ഷേ അത് യൂഷ്വൽ ആവുന്നു. നമുക്ക് ഇതേ പഞ്ച് കൊണ്ടുവരുന്ന ഹോളിവുഡ് സ്റ്റൈൽ എപ്പിക് മനുഷ്യന്മാർ വായിക്കുന്ന സംഭവം ഇലക്ട്രോണിക് അല്ലാത്ത അതിന് നമുക്ക് ഈ പടത്തിന് അതിന് സ്കോപ്പ് ഉണ്ടല്ലോ. സ്കോപ്പ് ഉള്ള സ്ഥിതിക്ക് അത്രയും ആന്നി ചേട്ടൻ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ഫോറിന് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് തന്നെ പിടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ടൈപ്പ് ഒരു പ്രോജക്റ്റ് അല്ല ഇത്. അതിൻ്റെ മേക്കേഴ്സ് തന്നെ ഇത്രയും പാഷനേറ്റ് ആയിട്ട് അവർക്ക് അത് തന്നെ വേണമെന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ പുതിയ ഡിറക്ഷൻസ് അല്ലേ ഞാൻ എടുക്കുന്നത്.
അപ്പം ഞാനും ഓക്കെ ആദ്യം ഹെസിറ്റേറ്റ് ചെയ്ത് പിന്നെ ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങി. ആദ്യമേ അതൊന്ന് വലിയ പാടായിരുന്നു ഒന്ന് ഒപ്പിച്ച് അല്ല പോകാൻ. പൃഥ്വിനെ, പക്ഷെ പൃഥ്വിയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ പുള്ളി മനസ്സിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ജസ്റ്റിഫൈ ചെയ്ത് എന്താണെന്ന് പുള്ളിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എനിക്കിത് തന്നെ വേണമെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഇതാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും നോക്കുമ്പം ശരിയാണല്ലോ, നമുക്കും പെട്ടെന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് അതിനോട് അടുക്കാനൊരു പേടി പോലെ. പക്ഷെ ആ ഡിഫറൻസ് ക്ലിക്കായി കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ആണ് ആ പടത്തിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. 100% അതെ. അല്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റു രാജ്യങ്ങൾ കാണുക ഇന്റർനാഷണൽ ലെവലിലേക്ക് അത് മാറി ആ ട്രാക്ക് അങ്ങനെ വന്നാലേ ഉള്ളൂ. പൃഥ്വി പറഞ്ഞതിൽ ഞാൻ യോജിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ ദീപകേട്ടൻ പറഞ്ഞതാണ്, ഞാൻ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും ആദ്യം കേട്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉൾക്കൊണ്ടു. ആദ്യം കേട്ട് അതെങ്ങനെ നമുക്ക് നമ്മുടെ ഇത് വേണ്ട അങ്ങനെ ചിന്തിക്കും. എനിക്കിതിന് ഉദാഹരണമായിട്ട് പുള്ളി പറഞ്ഞു തന്നത് നമ്മുടെ ഇതിലെ ഒരു കെന്യക്കാരനില്ലേ, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അദ്ദേഹത്തിനാണ് ആദ്യം വില്ലനായിട്ട് വരുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിനെ വെക്കുന്നതിന് പകരം തമിഴ്നാട്ടിലും തെലുങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ നല്ല ഉഗ്രം വില്ലന്മാരെ കിട്ടില്ലേ, അത് വെക്കാതെ ആ ഒരു ഇൻ്റർനാഷണൽ കഥാപാത്രമാണ് ഇതിലൊരു വില്ലൻ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സംഭവമുണ്ട്. അതേപോലെ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലുള്ള ആ ഒരു ഇതിൽ ബോറിസ് എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന അദ്ദേഹം പുള്ളി, ഞാൻ എന്തിനാണ് ബോറിസിനെ തന്നെ തപ്പിപ്പോയത്, ജെറാൾഡ് എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ആ ഇതിലുള്ള ആൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പടത്തിന് വേറൊരു ആംഗിളാണ് കിട്ടുന്നത്. അയാൾ വന്ന് നിൽക്കുമ്പം നമ്മൾ ഒരു കമേഴ്ഷ്യൽ നമ്മളുടെ തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാളത്തിലുള്ള കേട്ടുപരിചയമുള്ള ട്രീറ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അയാളെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഡിഫറൻസ് കിട്ടില്ല. അപ്പോൾ അയാൾ വരുമ്പോൾ അയാൾ വന്നിരിക്കുന്ന ഹോളിവുഡ് പടങ്ങളിലൊക്കെ അയാൾ എങ്ങനെ പോർട്രേ ചെയ്യുന്നു അത് തന്നെ വേണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശരിയാണ്, അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ എഫേർട്ടിനെ നമ്മളും കൂടി ഇത് ജസ്റ്റിഫൈ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അങ്ങനെ വെച്ച് കണ്ടു നോക്കിയിട്ട് പടം തിയേറ്ററിൽ കണ്ടപ്പം പൃഥ്വി പറഞ്ഞത് ഞാൻ തിരിച്ചറിഞ്ഞു. അത് തന്നെ ഇന്നും എനിക്ക് ഇപ്പം ആദ്യം ഇതാ പറഞ്ഞെങ്കിൽ ഞാനും അത് ശരിയാവുള്ളൂ ദീപകേട്ടാ, അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു ചിലപ്പോൾ ചോദിച്ചാണ്. ഞാനും പ്രഷറല്ല, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് അവിടെ വേണ്ടതെന്ന് കൃത്യമായിട്ട് തന്നെ. പക്ഷെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പം നമുക്ക് വേറെ സാധനം തന്നു. അതെ, അത് എൻ്റെ അടുത്ത് എപ്പോഴും പറയും, നിങ്ങൾ പറയുന്ന സാധനം എനിക്ക് മനസ്സിലായി, അതുണ്ട്, പേടിക്കണ്ട. സെക്കൻഡ് ഹാഫിൽ കാട്ടിലേക്ക് ഇറങ്ങും, അപ്പോൾ ഫോറസ്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ മുണ്ട് മാടി കുത്തുന്ന സമയത്ത് അതുപോലത്തെ സാധനം തന്നെ നമുക്കിടാം. അവിടെയും പുള്ളി പറഞ്ഞു, ആൾക്കാർ മനസ്സിൽ അവിടെ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന പ്രതീക്ഷിക്കുന്ന സംഭവം ഞാൻ ഇപ്പം പറയുന്നില്ല, കാരണം ഇത് ഇറങ്ങി ഉടനെ സിനിമ കാണാൻ പറയാം. അവിടെ അത് തന്നെ കൊടുത്താലാണ് ഏക്കുക. അതിന്റെ റിസൾട്ട് ഇന്ന് ഫസ്റ്റ് ഷോയിൽ തന്നെ കണ്ടു. എഴുന്നേറ്റിരിക്കല്ലേ? അതെ, എഴുന്നേറ്റല്ല, കംപ്ലീറ്റ് എയറിലായിരുന്നു ആൾക്കാർ സന്തോഷം കൊണ്ട്. അതെ, അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. എത്ര നാളത്തെ പരിശ്രമം. എനിക്ക് മനസ്സിലാകാത്ത, ഇയാള് തിയേറ്ററിൽ പോകുന്നുമില്ല, പക്ഷെ തിയേറ്റർ പൾസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പൃഥ്വിയെ. ഒരു സിനിമയ്ക്ക് വന്നില്ല അദ്ദേഹത്തിന്റെ ഒരു പടങ്ങൾ ഇന്നൊക്കെയാണ് വന്നിരുന്നത്. അതെ, പക്ഷെ ഇങ്ങനെയാണ് പുള്ളി ഗേജ്, കാൽക്കുലേഷൻ. അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ പറയും, ഇവിടെ കംപ്ലീറ്റ് ഓഡിയൻസിൻ്റെ ബഹളമായിരിക്കും, അതിൻ്റെ മുകളിലൊരു സാധനം ചെയ്താലേ കേൾക്കുള്ളൂ, കാരണം അവിടെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ പുള്ളിക്ക് അറിയാം ഓൾറെഡി ആ സീൻ വരുമ്പം ഇത്രമാത്രം ലൗഡ്നെസ്സിൽ അവിടെ സെലിബ്രേഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ മുകളിലൊരു സാധനം അവിടെ വേണം, മറ്റേ സ്ഥലങ്ങൾ ഇത്ര മതി, കാരണം ഓഡിയൻസ് റിയാക്ഷൻ ഇതായിരിക്കും. അവിടെ നമ്മൾ സോഫ്റ്റായിട്ട് വായിച്ചാലും കുഴപ്പമില്ല, കാരണം ഓഡിയൻസ് കാമാണ്. പിന്നെ നമ്മൾ വെറുതെ ലൗഡ് ആക്കിയിട്ട് ഡിസ്റ്റർബിങ് ആക്കരുത്. വലിയ ലൗഡില്ലാത്ത തന്നെ അതെ വല്ലാത്ത ഫീല്. പക്ഷെ ഒരു സൈലന്റ് ഒരു സ്ഥലത്ത് കിട്ടിയായിരുന്നു എനിക്ക്. അത് എവിടെയാന്ന് തിയേറ്ററിൽ പോയി കണ്ടോ, എനിക്ക് കിട്ടിയ ഏതാന്ന് മനസ്സിലായി. ഒരു ഇരുത്തമായിരുന്നു തിയേറ്ററിൽ. അതെ അവിടെയും, അതായത് ഈ വേ ടു പ്ലേ വിത്ത് സൗണ്ട് എന്നുള്ള കാൽക്കുലേഷൻ ഇല്ലേ, അത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ചില സമയത്ത് ഞാൻ പറഞ്ഞു, ഫുൾ മ്യൂസിക് വേണോ പൃഥ്വി, നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു സൈലൻസിനായിട്ട് ഗ്യാപ്സ് ഇടാം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാനത് ഭയങ്കര ലൗഡായിട്ട് വെക്കില്ല, നിങ്ങൾ വായിച്ചിട്ടോ. ഞാൻ പറഞ്ഞു, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ചെയ്യാൻ മനസ്സ് വരല്ലോ, ഇട്ടിട്ട് കേട്ടതുകൊണ്ട് അവിടെ സൈലൻസ്. പറഞ്ഞല്ല, ഞാൻ വളരെ കുറച്ച് ലെവലിലേ വെക്കുള്ളൂ, പേടിക്കണ്ട, കാരണം ബ്ലാങ്ക് ആക്കണ്ട, നമുക്ക് ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ ചില സ്ഥലത്ത് കിടന്നോട്ടെ എന്നൊക്കെ പറയും. അതൊക്കെ പുള്ളി അതുപോലെ തന്നെ രാധാകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞ് മിക്സ് ചെയ്യിപ്പിച്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ, ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു എത്ര വർഷമായി ഇതിൻ്റെ പിന്നിൽ? ഇപ്പോൾ ഈ സിനിമ വേറെ ഒന്നിനും കാണുന്നില്ലായിരുന്നു. ഞാനിത് മനഃപൂർവ്വം, കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ പടങ്ങൾ ചെയ്തിട്ട് എണ്ണം കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു കമ്പോസറല്ല. അതെൻ്റെ ആദ്യത്തെ പടം തൊട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു വർഷത്തിൽ എങ്ങനെയാണ് ഞാൻ പടം ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് എൻജോയ് ചെയ്ത് അതിൽ 100% ഇറങ്ങി
മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഒരേ സമയത്ത് ചെയ്ത് കുറേ എണ്ണം കൂട്ടാൻ വേണ്ടി കുറേ ആൾക്കാരെ വെച്ച് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ചെയ്യുന്ന സംഭവം അതൊരു എന്താ പറയേണ്ട ഒരു മെഡിറ്റേഷൻ പോലെ കണ്ട് അതിലേക്ക് അങ്ങ് ഇറങ്ങി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വേറെ ചെയ്യാതിരിക്കേണ്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പടം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആകെ കമ്മിറ്റ് ചെയ്ത ഒരേ ഒരു പടം തലവനായിരുന്നു. അത് പിന്നെ ജിസ്മോൻ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ജിസ്മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് ദീപു ഇതിപ്പോൾ ഉടനെ ഇല്ലല്ലോ എമ്പുരാൻ, അങ്ങനെയാണെങ്കിൽ ഇടയിൽ കൂടി ഒരു തലവൻ നമുക്ക് ചെയ്തു പോവാം. ഞാൻ പറഞ്ഞു അത് ഹിറ്റായി. അപ്പം ഞാൻ ജിസ്മോൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമുണ്ടായിട്ടല്ല, ഞാൻ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ല ഡിസ്ട്രാക്റ്റഡ് ആവാതെ തന്നെ ദീപം നോക്കും പരമാവധി. അത് ഇപ്പം എന്തായാലും അതിന് ഇനിയും ഉണ്ടല്ലോ ഒരു 7 മാസം. ഞാൻ പറഞ്ഞുണ്ട് അപ്പോൾ ഇത് നമുക്ക് 1 മാസം കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തൊരു പടമായിരുന്നു തലവൻ ചെയ്ത്. പക്ഷേ ഞാൻ ചോദിച്ചാൽ ഇതിൽ തന്നെ കേന്ദ്രീകരിച്ചിരുന്നല്ലോ, ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലൊരു ടൈമിംഗ് ഉണ്ടല്ലേ, നമുക്ക് ഉള്ളപ്പോഴേ ഉള്ളൂ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. ആ ഒരു ചിന്താഗതി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ റിലാക്സ് ചെയ്ത് ചെയ്യുന്നുള്ളൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഉള്ളപ്പോഴുള്ളൂ വരുള്ളൂ എന്ന് ഒരു ചിന്താഗതി ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് വരാനുള്ളതാണെങ്കിൽ അത് ഒന്ന് ചെയ്താലും വരും. നമ്മളിപ്പോൾ 4-5 ചെയ്ത് 5 പൊട്ടുന്നതും 1 ചെയ്ത് അത് കയറി ക്ലിക്ക് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസമില്ലേ. അപ്പോൾ നമ്മൾ നമുക്ക് വരാനുള്ളത് ആ 1 വരും, വരാൻ വിധിച്ചതാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അത്രയും ഉറച്ച് വിശ്വസിച്ചതും അതുപോലത്തെ റിസൾട്ട്സ് ഇപ്പോൾ വരുന്നതും. എനിക്ക് തോന്നുന്നു ദീപക് ദേവ് എടുത്താൽ പൊങ്ങില്ല, എമ്പുരാൻ അത്ര ഹൈപ്പിലേക്കാണോ? ദീപക് ദേവ് എടുത്താൽ ഇത് പൊങ്ങുമെന്നൊരു ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ചില ആളുകൾക്ക്. അത് ശരിയായിരിക്കാം. ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് എവിടെയാണെന്നോ, പൃഥ്വി മറ്റ് സ്റ്റേറ്റുകളിൽ പോയപ്പം ആ ട്രെയിലർ കഴിഞ്ഞിട്ട് മ്യൂസിയത്തെ കുറിച്ച് പറഞ്ഞു അത് സാമ്പിൾ വെടിക്കെട്ടാന്ന് പറഞ്ഞു. അല്ല, അതിപ്പോൾ പല ആൾക്കാർക്ക് കാലം മാറുന്നതിനനുസരിച്ച് ഓഡിയൻസ് ടേസ്റ്റ് മാറും. അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞാൻ റെഗുലറായിട്ട് വരുന്ന ഒരാളല്ല, വല്ലപ്പോഴും വന്ന് ഒരു പടം ചെയ്ത് അവിടെ ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു പക്ഷേ റെഗുലറായിട്ട് ചെയ്യാതിരിക്കുന്നത് പടം വരാത്തത് കൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണയാവാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഓഡിയൻസിനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ കുറച്ച് നാൾ ഒരു സാധനം അടുപ്പിച്ച് കേൾക്കുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടും. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെയധികം പൃഥ്വിനെ റെസ്പെക്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് ഓർമ്മിപ്പിക്കുമായിരുന്നു. ഞാനത് സേഫ് ഗെയിമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റൈൽസ് ഇപ്പം ഇതായിരിക്കും ഓഡിയൻസിന് ഇഷ്ടം എന്ന് പ്രതീക്ഷിച്ച് ഞാൻ സ്റ്റൈൽസ് ചെയ്യുമ്പോൾ പൃഥ്വിവരെ അല്ല, നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ആ ഐഡൻറ്റിറ്റി ഒരിക്കലും മാറ്റരുത്. ആ ഐഡൻറ്റിറ്റിക്കാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്നത്. ആ ഐഡൻറ്റിറ്റി എനിക്ക് പടത്തിൽ എല്ലായിടത്തും കിട്ടണം. എപ്പോഴും എക്സാമ്പിളായിട്ട് പറയുന്നത് ഉറുമിയാണ്, ഉറുമിയും ലൂസിഫറും. അപ്പോൾ ലൂസിഫറും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആദ്യം ലൂസിഫർ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഈ EDM ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ലൂസിഫർ ഇപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അത് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി വിടരുത് എന്നുള്ളൊരു സംഭവം പറഞ്ഞത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ ലൂസിഫറും ഇതും വെച്ച് നോക്കുമ്പോൾ രണ്ട് രീതിയാണ് മ്യൂസിക് അല്ലേ, എപ്പോഴും രണ്ട് രീതിക്കാണ്. ആണെങ്കിൽ കൂടെ അതിൽ നിന്നും കുറേ സംഭവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉറപ്പാണ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ഇവിടത്തെയും ഏറ്റവും വിഷയം നമ്മൾ സിനിമ ഉണ്ട്, നമ്മൾ ആ പഴയ ലൂസിഫർ ഇതിനകത്തേക്ക് കയറ്റിയിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിന് വേറൊരു ആരുമാണ് തിയേറ്ററിൽ പിന്നെയും കിട്ടും. അതെ. അപ്പൊ അത്തരം ഒരു സാധനം ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കമ്പോസിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്റ്റീഫൻ ആയിട്ട് വരുന്ന സ്ഥലത്ത് സ്റ്റീഫൻ്റെ സിഗ്നേച്ചേഴ്സ് അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയാൻ അവിടെയാണ് കേട്ടോ നമ്മളൊക്കെ ഏറ്റുനിന്ന് കൈയടിച്ച്, ഞാനൊക്കെ ഏറ്റുനിന്ന് പോയത് അവിടെയാണ് കേട്ടോ. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ട ഒരു വികാരമായിട്ട് മാറി ആൾക്കാർക്ക്. അപ്പോൾ സ്റ്റീഫനെ ഒരു നമ്മൾ സിഗ്നേച്ചറായിട്ട് ആ പടത്തിൽ എങ്ങനെ കാണിച്ചോ ആ സിഗ്നേച്ചേഴ്സ് ഒന്നും വിട്ടുപോകാതെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് എഡിറ്റിങ്ങിനൊക്കെ മുമ്പ് ആ ഡിസ്ക് കിട്ടിയല്ലോ, അത് കഴിഞ്ഞിട്ട് എത്ര നാളിരുന്നു നമ്മളൊന്ന് ചെയ്യാൻ? എനിക്ക് ഇടയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, ഷൂട്ടിംഗ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതെ, ഇത് ഓരോ പ്രാവശ്യം ഈ അവിടെ ഷൂട്ട് ചെയ്ത റഷസ് അയച്ചു തരുമ്പോൾ കാണുമ്പം നമുക്കൊരു എന്താ പറയണ്ട പേടിച്ചു പോകാന്ന് പറയില്ലേ. കാരണം ഞാനത് മുമ്പേ എൻ്റെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് CG ഒന്നും ചെയ്യാതെ തന്നെ സാധാരണ വണ്ടി പൊളിക്കുന്നതും ഇതൊക്കെ CGയിൽ ചെയ്താണ് കണ്ടിട്ടുള്ളത്. ഇത് ആ ലൊക്കേഷനിലിട്ട് എക്സ്പ്ലോഷൻസും ആക്സിഡൻസും എല്ലാം കാണിക്കുന്ന സമയത്ത് അത് ശരിക്കും അവർ അത്രയും എന്താ പറയേണ്ട പോസ്റ്റിലേക്ക് വെക്കാതെ ക്ലീനായിട്ട് തന്നെ അവരത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷ്വൽസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ അപ്പോൾ ചിലപ്പോൾ പൃഥ്വി എൻ്റെ അടുത്ത് പറയും എനിക്ക് ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ്, നമ്മളുടെ എന്താ പറയേണ്ട ബേസിക് ടെംപ്ലേറ്റ് ഇതാണ്, അപ്പോൾ ഇത് ഈ സ്ഥലത്ത് സൗണ്ട് എഫക്ട്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അതുകൊണ്ട് ഒരു പടത്തിൽ ഒരു ഭാഗം മ്യൂസിക് കംപ്ലീറ്റ് നിർത്തി വെറും സൗണ്ട് എഫക്ട്സ് ഉണ്ട് ഒരു 2.5 മിനിറ്റോളം. അപ്പോൾ ആ 2.5 മിനിറ്റ് നമുക്ക് ആ മ്യൂസിക് മാറി സൗണ്ട് എഫക്ട്സ് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മ്യൂസിക് വരുന്നത്.
അപ്പോൾ ആ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സ്ഫോടനവും കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമുക്ക് അവിടെ പ്യൂർ സൗണ്ട് എഫക്ട്സ് ആണ്, അവിടെ മ്യൂസിക് ചെയ്ത് സമയം പോരുത്, അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യമായിട്ട് ജഡ്ജ്മെന്റോട് കൃത്യമായിട്ട് തന്നെ പോകുന്നല്ലേ. പക്ഷേ ഈ പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഓരോ കാര്യത്തിന് നേരത്തെ പറഞ്ഞില്ല, തിയേറ്ററിൽ പോലും പോകുന്നില്ല, തിയേറ്ററിൽ പൾസർ ചെയ്യുന്നു. പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ, അത് ഇന്റർനാഷണൽ ഡയറക്ടറിലേക്ക് മാറി ഈ സിനിമ കഴിഞ്ഞപ്പോൾ. ഒന്ന് ആലോചിച്ച് വെക്കണം, പൃഥ്വിരാജ് എത്ര വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നത്, പക്ഷേ മൂന്നാമത്തെ സിനിമയാണ്. മൂന്നാമത്തെ സിനിമ പൃഥ്വിരാജ് എത്തിയിരിക്കുന്നത് എവിടെയാണ് നമ്മൾ ചിന്തിക്കണം. ആ പൃഥ്വിരാജിൻ്റെ കൂടെയാണ് ദീപക് ദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിൻ്റെ യാത്ര. തീർച്ചയായിട്ടും ആ യാത്ര വലുതാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെ ഞാൻ എപ്പോഴും ട്രഷർ ചെയ്യുന്ന ഒരു യാത്ര തന്നെയാണ്. ആ യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയ യാത്രയല്ല, അത് പുതിയ മുഖം തൊട്ട് തുടങ്ങിയ ഒരു യാത്രയാണ്. അപ്പോൾ അന്നും ചില സമയത്ത് ഞാൻ സംശയിച്ചിട്ടുണ്ട്, എന്നെ വെക്കുന്നത് പുള്ളി ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് മനസ്സിൽ വെച്ചിട്ടാണോ അല്ല. അപ്പം അത് ഞാൻ ചില സമയത്ത് എന്തോ പറഞ്ഞപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം മറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞല്ല, നിങ്ങളുടെ വിചാരം നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണോ? അല്ല, അത് വേറെ, ഇത് റേ. ഫ്രണ്ട്ഷിപ്പ് വേറെ. എനിക്ക് നിങ്ങളുടെ വർക്കിനോടുള്ള നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ വർക്കിനോടുള്ള അതേപോലെ എനിക്ക് നിങ്ങളോടുണ്ട് ആ വർക്കിനോടുള്ള ഒരു പാഷൻ. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പും ഇതും ഒരു വിധത്തിലും മിക്സ്ഡപ്പ് അല്ല എന്ന് പറഞ്ഞു. അതൊരു വല്ലാത്ത പോയിന്റ് ആട്ടോ. ഇപ്പം ഇത് പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു സാധനമാണ് ആ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അത് പുള്ളി അതിന് പറഞ്ഞൊരു കാര്യം, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ ഞാനൊന്ന് മാറ്റി പിടിക്കുന്നോ അന്ന് നമ്മളെ ഫ്രണ്ട്ഷിപ്പിന് എഫക്റ്റ് ചെയ്യും. അതല്ല, ഫ്രണ്ട്ഷിപ്പ് വേറെ ഇത് വേറെ ആയതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാ സമയത്തും ഉണ്ടാവും. കറക്റ്റാണ്. ഒന്ന് മാറ്റി പിടിക്കുമ്പോഴാണ് അറിയുള്ളൂ. അത് കറക്റ്റാണ്. പൃഥ്വിൻ്റെ ഒരു സംസാര രീതി തന്നെ അങ്ങനെയാണ്. നിങ്ങളും പൃഥ്വിയായിട്ട് ഈ സിനിമ തുടങ്ങിയ പിന്നെ ഡെയിലി ഫോൺ വിളികളുണ്ടാവും, ഒരേ വർക്കിനും ഫോൺ വിളിയാണ്. നിങ്ങൾ തമ്മിൽ ഉടക്കിൻ്റെ രീതിക്ക് വരും ചില കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെ ഉടക്കുകളുണ്ടല്ലോ, സ്നേഹത്തിൻ്റെ ഉടക്കുകൾ. അങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നൊരു സിറ്റുവേഷൻ ഏതായിരുന്നു? അങ്ങനെ മനസ്സിൽ ഈ സിനിമേനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ കയ്യാങ്കളി ഒഴിച്ച് ബാക്കി എല്ലാം നടന്നിട്ടുള്ള ഉടക്ക് എന്ന് പറഞ്ഞത് ബ്രോഡ് ആയിരുന്നു. ബ്രോഡ് ആഡി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോമഡി അല്ലേ, കോമഡി സ്കോർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആക്ഷനും ഇതുപോലത്തെ സ്കോർ ചെയ്യുന്ന സെൻറ്റിമെൻറ്റ്സും ആക്ഷനൊന്നും സ്കോർ ചെയ്യുന്ന പോലെയല്ല കോമഡി മൂവി സ്കോർ ചെയ്യുന്നത്. അതിൻ്റെ ബാലൻസ് ഒരു പൊട്ടിക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റാൻഡേർഡ് വീഴും. കോമഡിക്ക് പകരം എന്തെങ്കിലും വേറൊരു സംഭവം ആയിപ്പോയി കഴിഞ്ഞാൽ, അപ്പോൾ ആ കോമഡി വിത്ത് മെലഡി നിലനിർത്തിക്കൊണ്ട് സബ്സ്റ്റാൻഡേർഡായിട്ട് തോന്നാതെ ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും ടഫ്. അതുകൊണ്ട് ആ പ്രോജക്റ്റിൽ ഒരു റീല് നീങ്ങാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങൾ, കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കൊടുക്കുന്നതെല്ലാം പുള്ളി കറക്റ്റ് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, യു റെഡ് മൈ മൈൻഡ് എന്നാണ് മിക്കപ്പോഴും പറയാറ്. ഇതിൽ പിന്നെ ഒരു സ്ഥലത്ത് മാത്രം അതിപ്പോൾ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ, അത് എനിക്ക് ഇവിടെ പറയാൻ പാടുണ്ടോയെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഇപ്പം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നു. അതായത് ഇതിൻ്റെ ട്രെയിലർ വന്നപ്പം മിക്ക ആൾക്കാരും, അതായത് ടെക്നീഷ്യൻസിൻ്റെ അകത്ത് തന്നെ ആരും തന്നെ ഹാപ്പി ആയിരുന്നില്ല ഈ ട്രെയിലർ കണ്ടപ്പം. അപ്പോൾ ഞാൻ പക്ഷെ പച്ചയ്ക്ക് പുള്ളിയുടെ അടുത്തെല്ലാം പറയും, അത് പുള്ളിക്ക് അറിയുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു, ഈ ട്രെയിലർ അയക്കില്ല പൃഥ്വി, ഇത് 4 മിനിറ്റിൻ്റെ ട്രെയിലറാണ്, ഇത്രയും വലിയ ട്രെയിലറിൻ്റെ ആവശ്യം എന്താണ്? ഒരു 2 മിനിറ്റും കൂടി കാണിച്ചിരുന്നെങ്കിൽ ആ പടം മൊത്തം കാണിക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ദീപക്, ഇന്നത്തെ കാലത്ത് 4 മിനിറ്റ് വേണം, ലൂസിഫറിൻ്റെ കാലമല്ല ഇന്ന്. പിന്നെ നമ്മുടെ ടീസർ തന്നെ ഉണ്ട് 2 മിനിറ്റ്. അപ്പോൾ പിന്നെ ഒരു ടീസർ 2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അതിനേക്കാളും വലുതായിരിക്കും എൻ്റെ ട്രെയിലർ. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിൽ ഇനി എന്താ ബാക്കിയുള്ള കാണിക്കാൻ? എല്ലാം അപ്പുറത്ത് പറഞ്ഞാൽ അതാണ്, നമ്മളെല്ലാം ഇട്ടുകൊടുത്തിരിക്കുക, നമ്മളൊന്നും ഒളിപ്പിച്ച് വെക്കുന്നില്ല. കഥ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാലം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കഥയാണ്. ഇത്രയും ഞാൻ ഓപ്പണായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഡീകോഡിങ്ങിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് ഐ എം വെൽക്കമിങ് ദം. അതുമാതിരി ട്രെയിലറിലും ഐ എം ഷോയിങ് ദം എവറിത്തിങ്, എന്നാലും യു പ്ലീസ് കം ആൻഡ് എൻജോയ് ദ മൂവി എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഈ ട്രെയിലർ ഫസ്റ്റ് ഞാൻ കണ്ടപ്പം അന്ന് എനിക്ക് എഡിറ്റേഴ്സ് കട്ടാണ് കിട്ടിയത് മ്യൂസിക് ചെയ്യുന്നതിന് മുമ്പേ. അപ്പോൾ എഡിറ്റർ സ്വാഭാവികമായിട്ട് കുറേ റെഫറൻസ് മ്യൂസിക്കൊക്കെ ഇടുമല്ലോ, അതിലുണ്ടായ കുറേ ഇപ്പോഴത്തെ കണ്ടംപററി മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്ത്, മലയാളത്തിലാണെങ്കിലും ശരി, തമിഴിലാണെങ്കിലും ശരി, തെലുങ്കിലാണെങ്കിലും ശരി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ അവരുടെയൊക്കെ മ്യൂസിക്കിൻ്റെ ഒരു എന്താ പറയേണ്ട കോക്ടെയിലായിരുന്നു. ഓരോ സീനിൽ വേറെ ഏതോ പടത്തിലൊക്കെ മ്യൂസിക് ഇട്ട് റെഫറൻസും. അപ്പോൾ ഞാൻ പൃഥ്വിയുടെ അടുത്ത് പറഞ്ഞു, പൃഥ്വി, ഞാനിതൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം 2 മിനിറ്റ്
17 സെക്കൻഡ് എങ്ങാണ്ടായപ്പം ഞാൻ ഉടനെ ഇതിൻ്റെ ടൈം ലൈൻ നോക്കി, ഇനി എത്രയുണ്ട് ഇത് ബാക്കിയും. അതായത് അവിടെ വെച്ചിട്ട് എനിക്കിത് മതിയായിരുന്നു എന്ന് തോന്നി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ദീപക് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലിപ്പോൾ വെച്ചിരിക്കുന്ന മ്യൂസിക് റെഫറൻസ് മ്യൂസിക്കാണ്. അത് തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഏതൊക്കെയോ പടത്തുനിന്ന് വലിച്ചിട്ട് അവിടെ നിന്ന് ഒരു മ്യൂസിക് വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നത് എന്നെ കാണിക്കാൻ വേണ്ടി എഡിറ്റർ ഇട്ട മ്യൂസിക്കാണ്. ഇതാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് വർക്കാവുന്നില്ല എന്ന് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ ഞാനൊരു മ്യൂസിക് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം ആ മ്യൂസിക് ഈ പടത്തിൽ ഈ ട്രെയിലറിൽ വന്നാൽ ഈ ട്രെയിലർ ക്ലിക്കാണ്. അതായത് ഈ പറഞ്ഞ ലാഗ് അടിക്കുന്ന പോർഷൻ തൊട്ട് മ്യൂസിക്കിൻ്റെ മൊത്തം പേസ് അങ്ങ് മാറി വേറെ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ടൈം ലൈനിലേക്ക് നോക്കില്ല, ഇനി ബാക്കി എത്രയുണ്ട് സമയം എന്ന് നമ്മൾ നോക്കില്ല. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് കറക്റ്റായി കഴിഞ്ഞാൽ ഈ ട്രെയിലർ വർക്കൗട്ടാവും. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി എൻ്റെ തലയിലാണ് ഇടാൻ പോകുന്നതല്ലേ. ഇനി ഈ ട്രെയിലർ വർക്കായില്ലെങ്കിൽ മ്യൂസിക് കറക്റ്റായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു. പഴയതായിരുന്നു നല്ലതെന്ന് പറയാമല്ലോ. അതെ, പഴയതാണ് നല്ലത്, ഇത് വേറെ ആണല്ലോ, പല രീതിക്കും നമുക്ക് ഇടാം. അതെ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇതെല്ലാം കൂടി എൻ്റെ തലയിൽ വരും. അപ്പം ഇല്ല, നിങ്ങൾക്ക് മാത്രമേ ഈ അഭിപ്രായം മാറ്റാൻ പറ്റൂ. കാരണം ഈ മ്യൂസിക് മാറാൻ പോകുന്ന മ്യൂസിക്കാണ്. വിഷ്വൽസ് ഒക്കെ അതാണ്, ഡയലോഗൊക്കെ അതാണ്. മ്യൂസിക് എൻ്റെ മനസ്സിൽ ഒരു ഗ്രാഫുണ്ട്. നമ്മൾ ഈ ട്രെയിലർ മടുക്കുന്നു എന്ന് തോന്നുന്ന പോർഷൻ തൊട്ട് ഇതങ്ങ് പറപ്പിക്കണം. ആ പോയിൻ്റാണ് ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പോയിന്റ്. അവിടുന്ന് അങ്ങോട്ട് മ്യൂസിക് ട്രെയിലറിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരൊറ്റ കയറ്റം കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ആൾക്കാർക്ക് ഇത് ഫസ്റ്റ് വ്യൂ കിട്ടുന്ന വരെ എൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. ഈ ട്രെയിലർ അല്ലല്ലോ, ഇതൊരു പകുതി പടമല്ലേ, ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്തായിരിക്കും. പക്ഷേ പുള്ളിയുടെ ആ കാൽക്കുലേഷൻ അത് 100% ബാങ് ഓൺ ആയിരുന്നു. ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം ഏറ്റു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ആദ്യം ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവും, നമ്മളത് നോക്കരുത്. അത് കണ്ടിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു സംഭവത്തിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഫോളോ ചെയ്യാം, റിസൾട്ട് വരും. അതുപോലെയാണ് ഈ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എന്നെ പുള്ളി ഗൈഡ് ചെയ്തിരുന്നത്. ഇൻ ടേംസ് ഓഫ് ഇപ്പോൾ ട്രെയിലറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അവിടെ ആ ഒരു ട്രെയിലറിനാണ് നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടായത്. ഞാൻ പറഞ്ഞു ഇത് വർക്കൗട്ട് ആവില്ല, നിങ്ങളൊന്ന് ചെയ്യൂ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ വർക്കൗട്ടാവും. അപ്പം ഞാൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇത് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞപ്പം, കാരണം എൻ്റെ അടുത്ത് മറ്റ് ടെക്നീഷ്യൻസ് എന്നെ വിളിച്ച് നിങ്ങളൊന്ന് പറ പൃഥ്വിയുടെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പറ, അത് നമ്മളെല്ലാവരും പറഞ്ഞു, പക്ഷെ പൃഥ്വി പറയുന്നത് മ്യൂസിക് വന്നാൽ ശരിയാവുന്നു, നിങ്ങളല്ലേ മ്യൂസിക് ചെയ്യുന്നത്, നിങ്ങൾ തന്നെ പറ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഇതേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് സംഭവമുണ്ട്, വലുതാണിത്, വളരെ വലുതാണ്, ഇത്ര ക്ഷമ ആൾക്കാർക്ക് ഉണ്ടാവുമോ. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഇത് വലുതൊന്നുമല്ല എന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു, അത് കറക്റ്റാണ്. ഈ നമ്മൾ മൊത്തം നെഗറ്റീവാണ് പറയണം ആദ്യമേ. പൃഥ്വി അത് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നതിന് ശേഷമാണ് ലാസ്റ്റ് ഒന്ന് തിരിഞ്ഞു വന്നത്. പക്ഷെ അതൊരു ട്രെയിലർ ആയിരുന്നു കേട്ടോ. അതാ പറഞ്ഞത്, ഇയാളുടെ ഈ കാൽക്കുലേഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും തിയേറ്ററിലും പോകുന്നില്ല, ഇത് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് എൻ്റെ എപ്പോഴും ഉള്ളൊരു സംശയം. ഈ ലാലേട്ടൻ എന്ത് പറഞ്ഞു? ലാലേട്ടൻ്റെ എപ്പോഴത്തെയും പോലെ വളരെ ഹാപ്പി. പുള്ളിക്ക് എന്താ പറയുക, നമ്മളുടെ മുള്ളൊരു അന്ധമായൊരു വിശ്വാസമുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റിയായി മാറും നമ്മളുള്ളത്. അതായത് ഒരാളുടെ മുകളിൽ വിശ്വാസം കംപ്ലീറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നെ ഇത്രയും വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന്. അത് എൻ്റെ ഉദയനാണ് താരം തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന് അത് എൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ദീപക് എൻജോയ് എന്നാ ചോദിക്കാറ്, അല്ലാതെ എങ്ങനെയുണ്ട് ടെൻഷനുണ്ടോ എന്നല്ല. അടിച്ചു പൊളിക്കുന്നില്ലേ, എൻജോയ് ചെയ്യുന്നില്ലേ, യെസ്, ആ ഒരു സ്പിരിറ്റ് അത് കാണുമ്പോൾ തന്നെ നമ്മൾ യെസ് അടിച്ചു പൊളിക്കുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ലാലേട്ടൻ്റെ ഒരു മാസ് എൻട്രി, പൃഥ്വിൻ്റെ ഒരു മാസ് എൻട്രി, രണ്ടും വലിയ എൻട്രിയാണ്. അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, അതൊരു ചലഞ്ചായിരുന്നു. അത് ആക്ച്വലി അതായത് ക്ലൈമാക്സിലുള്ള സോങ് ഇല്ലേ, അതെ, ആ സോങ്ങിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. ഈ സോങ് ആണ് ഈ പടത്തിൽ ആദ്യം ഉണ്ടാക്കിയ സോങ്. അപ്പം ഈ സോങ് ബാങ് ഓൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പം പൃഥ്വിരാജ് നിങ്ങൾക്ക് പടം കിട്ടി. കാരണം ഈ പാട്ടിൽ ഫിർസിന്ദ എന്നുള്ളൊരു ലൈൻ വരുന്നതും ആ ലൈനിൽ അപ്പം തന്നെ പൃഥ്വി ഇമാജിൻ ചെയ്തു ആ ലൈൻ വരുമ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞു ഡൺ, നിങ്ങൾക്ക് പടം കിട്ടി, ഇനി എനിക്ക് കുഴപ്പമില്ല. ഈ പാട്ടിൽ ഈ പടത്തിൻ്റെ ഒരു ഇമോഷനുണ്ട്, ഇത് ക്ലൈമാക്സിൽ വരുന്ന സംഭവം. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ മറ്റേ പടത്തിൽ റഫ്താറ എന്ന് പറയുന്നത്. ആ റഫ്താറ എന്നുള്ള പാട്ടിൽ നിന്നുമാണ് അതാ പാട്ടിൻ്റെ പല്ലവിയ, അതാണ് സ്റ്റീഫൻ്റെ തീമായിട്ട് വരുന്നത് ആ പടത്തിൽ. ആ പാട്ടിൽ നിന്നാണ് ആ പടം ഉണ്ടായത്. ആ പാട്ടുണ്ടാവുന്നത്
ലൂസിഫറിന്ന് ആദ്യം നമ്മളൊരു ടീസറിന് വേണ്ടി ഉണ്ടാക്കിയ ലോഗോ ഇല്ലേ, ആ ലോഗോയിൽ നിന്നാണ് ആ പാട്ടുണ്ടായത്, ആ പാട്ടിൽ നിന്നാണ് ആ പടം ഉണ്ടായത്. അതുപോലെ ഈ പടത്തിൽ നമ്മൾ ആദ്യം ഈ പാട്ടാണ് ഉണ്ടാക്കിയത്, ക്ലൈമാക്സ് സോങ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷൻ കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ക്ലൈമാക്സ് സോങ്ങിലേക്ക് എത്തിക്കേണ്ട രീതിയിലാണ് പടം അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു വന്നത്. അതെ, അത് ആദ്യം ചെയ്തുകൊണ്ട് കഥ കിട്ടി. ഇനി ഞാൻ രക്ഷപ്പെട്ടു, പൃഥ്വി തന്നെ രക്ഷപ്പെടുവാണ്. ഈ ക്ലൈമാക്സ് സോങ് ഉണ്ടാക്കിയപ്പോൾ ഈ ക്ലൈമാക്സ് സോങ്ങിനായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് റീലിൽ ഇട്ടത്. കാരണം ഫസ്റ്റ് റീലും ലാസ്റ്റ് റീലും കണക്റ്റഡാണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് റീലിലേക്ക് മുട്ടിച്ചു കൊടുത്തത് ഈ പാട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് റീലിൻ്റെ ഒരു ഇമോഷൻസും കണക്ട് ചെയ്യുന്നതെല്ലാം ലാസ്റ്റ് റീലിൽ സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റി പാട്ട് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു യാത്രയാണ്, ഇനി വലിയ യാത്രയാണ്. 3 എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് അവിടെ കാണിച്ച് നിർത്തിയേക്കുവാണ്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് കാണുന്നതാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്, സ്വഭാവമായിട്ട് വിശ്വസിക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് കൊടുക്കുന്നത്. ലൂസിഫർ തന്നു, എമ്പുരാനിലേക്ക് വേറെ തന്നു, ഇനി 3ലേക്ക് വരുമ്പോൾ ദീപക് ദേവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എത്ര നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുന്നതാണ് ഞാൻ അല്ല, എത്ര ലീവിലല്ല, ആ ലീവിൽ കിട്ടുന്ന റിസൾട്ടിലാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ കൂടുതൽ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ വിച്ച് മീൻസ് കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക്. എന്നെ സംബന്ധിച്ച് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾക്ക് പുതിയ എക്സ്പീരിയൻസസ് ആണ് എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്തത് തന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്നൊരു ഫയർ കുറയും. ഇപ്പം ഈ പടത്തിനെ സംബന്ധിച്ച് സാധാരണ ചെയ്യുന്നതല്ലാത്തൊരു വഴി കൂടി സഞ്ചരിക്കണമെന്ന് ആദ്യം തൊട്ടേ എനിക്കൊരു ക്ലിയർ കട്ട് തന്നുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് എക്സൈറ്റ്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. എന്ത് ചെയ്യുമ്പോഴും സാധാരണ ചെയ്യുന്ന അല്ലാത്തൊരു വഴി ആയതുകൊണ്ട് തന്നെ അതിൽ ഞാൻ പുതിയ പുതിയ സംഭവങ്ങൾ പഠിക്കുന്നു. ഇപ്പം ഇതുള്ളതുകൊണ്ട് തന്നെ പല ഫോറിൻ റെക്കോർഡിങ്ങും പല ഫോറിൻ മ്യൂസീഷ്യൻസായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അപ്പം നമ്മളുടെ മ്യൂസിക് അവർക്ക് കൊടുക്കുമ്പോൾ അവരിത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഒക്കെ കിട്ടുന്നത് ഈ പറയുന്ന പുതിയ വഴികൾ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി പൃഥ്വി 3-ൽ വേറെ വല്ല ഐഡിയ കൊണ്ടുവരികയാണെങ്കിൽ ഐ വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആൻഡ് പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. ഈ ഇന്റർനാഷണൽ ലെവലിലേക്കാണ് ദീപക് ദേവ് ഇപ്പൊ മാറി. സിനിമ മാറിയപ്പോൾ അതിന്റെ ഒപ്പം നമ്മൾ എല്ലാവരും മാറി. ഞാനും മാറി, ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറി. ഞാൻ ആ ഇന്റർനാഷണൽ സിനിമ മലയാളം കണ്ടേക്കുമല്ലോ, അപ്പൊ ഞാനും അങ്ങനെയായിരുന്ന ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങ് മാറി. ഇനിയുള്ളൊരു യാത്ര കൂടുതൽ ചലഞ്ചായിരിക്കും എനിക്ക് തോന്നുന്നു ഇനി ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ. എനിക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കയറി. അതായത് നമുക്കിപ്പം ഒരു നമ്മളുടെ അല്ലാത്ത ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. മറ്റേത് നമ്മളുടെ സംഭവങ്ങൾ മാത്രം ചെയ്യുമ്പോൾ ഇത് വിട്ടൊരു സംഭവം നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഇതല്ലേ. ഇപ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇനി എന്ത് ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ മ്യൂസിക് ചെയ്യണമെങ്കിലും അത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പിന്നെന്താ ആവാലോ, അങ്ങനെ പറയാൻ പറ്റുമല്ലോ, പറയാൻ പറ്റും. അതിനുള്ളൊരു വഴി ഒരുക്കി തന്നത് ഈ പ്രോജക്റ്റാണ്. അതോടൊപ്പം തന്നെ ഇന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അല്ലേ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കാണുന്നു, സിനിമ കണ്ടുകൊണ്ടിരിക്കും ദീപക് ദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന് അവിടെ സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നിയൊരു മുഹൂർത്തം ഏതായിരിക്കും? ഞങ്ങളൊക്കെ പല സ്ഥലത്ത് തീർത്ത് ദീപക് നമ്മൾ ചെയ്ത വർക്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നിയ മുഹൂർത്തം ഏതായിരിക്കും? നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ എനിക്ക് സ്വയം ഗൂസ് ബംസ് വന്നത് എൻ്റെ മ്യൂസിക്കിനേക്കാളും കൂടുതൽ ലാലേട്ടനോടുള്ള ആൾക്കാരുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നൊരു സംഭവം. ലാലേട്ടൻ അത്രയും നേരമുള്ള ഖുറേഷിയിൽ നിന്നും പെട്ടെന്ന് നാട്ടിലേക്ക് ഒരു വരവ് വന്ന് മുണ്ടുമാടി കുത്തിയപ്പോൾ ആൾക്കാർക്ക് കിട്ടിയ ഒരു ഗൂസ് ബംസ് ഇല്ലേ, അത് ഈ സീൻ എത്രയോ പ്രാവശ്യം ഞാനിവിടെ സ്റ്റുഡിയോയിൽ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ്. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഗൂസ് ബംസിൻ്റെക്കാളും ഒരു ഇൻറ്റു 100 ആണ് തിയേറ്ററിലിരുന്ന്. ശരിക്കും തിയേറ്ററിൻ്റെ ഫൗണ്ടേഷൻ ഇളകുന്ന പോലത്തെ ഒരു ചിയറിങ് ആണ് അവിടെ ഉണ്ടായത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയാന്ന് പറയില്ലേ, അതും ആ സ്ഥലത്ത് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം അവിടെ ഇട്ട് കൊടുത്തപ്പം പെട്ടെന്ന്, അതായത് ഫൈറ്റിൻ്റെ നടുക്കാണ് ആ സാധനം ഇട്ട് കൊടുത്തത്. ആ ഇട്ട് കൊടുത്തപ്പോൾ അതിന് പെട്ടെന്നൊരു ചിയറിങ് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നിയതിന് എന്താ പറയണ്ടേ, ദൈവത്തിനോട് നന്ദി പറയാമെന്ന് പറയില്ലേ, ആ ഒരു ഡിസിഷൻ അപ്പോഴെന്നെ തോന്നിച്ചതിന് ആ സ്ഥലത്ത് അതിട്ട് കൊടുക്കുക. അതായത് ഫൈറ്റിൻ്റെ നടുക്കാണെങ്കിലും അത് കേട്ടപ്പം പെട്ടെന്നൊരു ചിയറിങ് കൂടി. അപ്പം അതാണ് ദി മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കിന്ന് അവിടെ തോന്നിയത്. അത് കറക്റ്റാണ് കേട്ടോ. എൻ്റെ ചോദ്യം കറക്റ്റായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് അവിടെയാണ്, ഞാനും ചെറിയ എഴുന്നേറ്റ് പോയി കൈയടിച്ച് അവിടെയാണ്.
പലത് ഞാൻ പറഞ്ഞില്ല ഇന്റർനാഷണൽ ലെവലിൽ നമ്മളെല്ലാം പല രീതിക്ക് എൻജോയ് ചെയ്തു. പക്ഷെ ഇതങ്ങ് മാറി കഴിയുമ്പോൾ നമ്മൾ സ്റ്റീഫനെ, നമ്മുടെ അയലോക്കത്തുള്ള സ്റ്റീഫൻ ചേട്ടൻ കയ്യിലേക്ക് തരുവാണ്. അതെ അതെ. ആ ചേട്ടൻ നമ്മുടെ കയ്യിലേക്ക് തോളത്തിലേക്ക് ചാരി നിന്നൊരു ഫീൽ നമുക്ക് കിട്ടി. പിന്നെ എന്താ വെച്ചാൽ ലൂസിഫറിൽ ഇടാത്തൊരു സംഭവം ഇതിൽ ഞാൻ ആ സമയത്ത് ഇട്ടത്, നമ്മൾ അതുവരെ നമ്മൾ ഈ പല ഫോറിൻ ലൊക്കാലിറ്റീസ് കാണിക്കുമ്പം ഫോറിൻ ടൈപ്പ് ഓഫ് മ്യൂസിക്, സിംഫോണിക്, ഹൈബ്രിഡ് സിംഫണി, എപ്പിക് ഓർക്കസ്ട്രൽ സംഭവങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അദ്ദേഹം മുണ്ട് മാടിക്കുത്തിയപ്പം ഈ സംഭവത്തിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ചേർക്കാത്തൊരു സംഭവം ഈ പ്രാവശ്യം തന്നി നാടനാവാനായി ഒരു ചെണ്ടമേളം അങ്ങ് അവിടെ ഇട്ടു. അതായത് ലൈവായിട്ട് ഒരു 4-5 പേരെ വിളിച്ചു, ഇലത്താളം, ചെണ്ട, മദളം അതൊക്കെ കൂടി അങ്ങ് വായിച്ച് ഇതിൻ്റെ ഒപ്പം ഈ ചെണ്ടയും കൂടി വന്നപ്പം ഖുറേഷിയിൽ നിന്നും പെട്ടെന്ന് സ്റ്റീഫൻ നാടൻ സ്റ്റീഫനായി മാറിയപ്പോൾ ആൾക്കാർക്ക് കിട്ടിയൊരു സംഭവമില്ലേ, മീശ പിരിക്കുന്ന സമയത്ത് ചെണ്ടയിൽ വെറുതെ ഇങ്ങനെ കൊട്ടിയപ്പോഴൊക്കെ കിട്ടിയ ആ ഒരു ഗൂസ് പംസ്. അപ്പോഴാണ് അത് ഇതിൻ്റെ വില അറിയണമെങ്കിൽ കുറച്ച് നേരം അത് കേൾക്കണം, അതിൻ്റെ വില അറിയണമെങ്കിൽ കുറച്ച് നേരം ഇത് കേൾക്കണം എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് എക്സ്ട്രീംസ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് ഐ തിങ്ക് എനിക്ക് ഇപ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു മൊമെൻ്റാണ്. ഇനി എന്താണ് എൻ്റെ ദിവസങ്ങൾ ഇനി ഇങ്ങനെ ഓടുവാണ് തിയേറ്ററിൽ? ഇത് ഞാൻ കവിതയിലാണ് ഇന്ന് രാവിലെ കണ്ടത്. കവിതയിൽ മെയിനായിട്ട് കാണാൻ കാരണം തന്നെ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് ഫാൻസ് കാണുന്ന രീതിയിൽ അത് കാണുന്നത്. ഇനിയിപ്പോൾ എനിക്കിത് പതിയെ വേറെ തിയേറ്റേഴ്സിലും കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. വീട്ടുകാരൊക്കെ ഞാൻ ഇനി കൊണ്ടുപോകാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം കൊണ്ടില്ല, ആദ്യം മക്കൾ വന്നു, പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ക്രൂ വന്നു. മക്കൾക്ക് ഫസ്റ്റ് ഷോ ഫാൻസ് ഷോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞുകൊണ്ട് മക്കൾ കൂടെ വന്നു. ഇനിയിപ്പോൾ ബാക്കി എല്ലാവരെയും കൊണ്ടുപോകണം, കൊണ്ടുപോയി എല്ലാവരും കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിയൊക്കെ നടത്തണം. തീർച്ചയായിട്ടും. എൻ്റെ ക്രൂ, ഇതൊക്കെ പറയുമ്പം എൻ്റെ കൂടെയുള്ള ക്രൂവിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു വളരെ സിൻസിയർ ആയിട്ടുള്ള ടീം ഓഫ് പ്രോഗ്രാമേഴ്സ്. അത് ഓൾ ഇന്ത്യ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, അല്ലാതെ നമ്മളുടെ ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീമും ഉണ്ട്. അവരെല്ലാം ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഈ മൈൻഡ് സെറ്റിലേക്ക് അങ്ങ് മാറി എന്നുള്ളതാണ്. ഇവർക്കെല്ലാം നമ്മൾ സാധാരണ വർക്ക് ചെയ്യുമ്പം ആ സമയമാകുമ്പോൾ മാത്രം ചില മ്യൂസീഷ്യൻസിനെ വിളിച്ച് ഡെയിലി കോൾ ഷീറ്റ് വെച്ചിട്ട് കൊടുക്കുന്ന മാതിരി അല്ലാതെ ഇതൊരു വർക്ക്ഷോപ്പ് മാതിരി ഒരു 3 മാസം മുമ്പേ വന്ന് ഇവർക്ക് ഞാൻ പ്രോഗ്രാമിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുത്ത് ഇതാണ് നമ്മുടെ ഡയറക്ടറിൻ്റെ ടേസ്റ്റ്, അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെയും കൂടെ ആ മൈൻഡ് സെറ്റിലേക്ക് ഇറക്കി ഡയറക്ടറിന് ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ള ടൈപ്പ് മ്യൂസിക് ഇവരെ എല്ലാവരെയും ഫുൾ ടൈം കേൾപ്പിച്ചു. അറിഞ്ഞോ അറിയാതെ ഇവരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുമ്പം അവർ ആ രീതിയിൽ ചിന്തിക്കും. അപ്പം അത്തരം സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണലി വെറുതെ കോൾ ഷീറ്റ് വിളിക്കുന്ന പ്ലെയേഴ്സിന് അല്ല, എൻ്റെ ഫാമിലി മാതിരി മാറിയ പ്രോഗ്രാമേഴ്സാണ് എൻ്റെ കൂടെ ഉണ്ടായത്. അപ്പം ഇനിയുള്ള യാത്ര ഗംഭീരമാവട്ടെ. എന്തായാലും എമ്പുരാൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നോന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ തീർന്നു എന്ന് ഞാൻ ഓർത്തു, നിങ്ങൾ ഓർത്താണ്. പിന്നെ പക്ഷെ വരണമെന്ന് തോന്നിയത് ഈ സിനിമ അത്രമാത്രം സിനിമ ഹൈപ്പിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. എല്ലാവരും അതിൻ്റെ ദൃശ്യങ്ങളാണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അതിൻ്റെ ആർട്ട് വർക്ക് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന്, എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും വെച്ചതാണ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ തിയേറ്ററിൽ പിടിച്ചൊരു സിനിമ എടുത്തുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ വേണം, അത് എവിടെയും വേണം എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ലെവലിലേക്ക് തന്നെയാണ് ദീപക് ദേവ് എന്ന ഈ മലയാളികളുടെ അഭിമാനം മാറിയിരിക്കുന്നത്. ആ മലയാളികൾക്ക് എന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു സിനിമ നല്ല രീതിക്ക് പ്രേക്ഷകർത്തിരിക്കും. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് ഹൈദരലി. താങ്ക് യു.